റിമി പക്ഷെ പത്രം വായനയൊന്നും ഇല്ലല്ലേ? പത്രം ഒന്നും വായിക്കില്ല. അതൊരു ശരി, അതൊരു തെറ്റാണ്. ഒരിക്കലും കുട്ടികൾക്ക് ദുർമാതൃക തരുവല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് എന്തോ പത്രം, ന്യൂസ്, സ്പോർട്സ് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാ. പത്രം, ന്യൂസ്, സ്പോർട്സ്, പുസ്തകം ഒട്ടും പറ്റില്ല. ഇതൊക്കെ പറഞ്ഞാൽ ബുദ്ധിജീവികൾക്ക് നേരെ എതിരാവും. ഇല്ല, റിമി എന്തുകൊണ്ടാണ് അത് വായിക്കാത്തത്? നമുക്ക് ഇൻട്രസ്റ്റ് വരണ്ടേ, നമുക്ക് ഇഷ്ടം വരണ്ടേ? അങ്ങനെയല്ല. പിന്നെ ഈ സീതി ഹാജി പണ്ടൊരു കാര്യം പറയും. അതായത് ഈ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ മഴ പെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ സീതി ഹാജി കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കടലിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? അവിടെ വല്ല മരം ഉണ്ടായിട്ടാണോ എന്ന് പറഞ്ഞാൽ റിമി ഒരു സിദ്ധാന്തം കണ്ടുപിടിച്ചു. അതായത് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സ്വഭാവത്തിൽ കൃത്രിമത്വം വരും, ബുദ്ധിജീവിയാവും. അപ്പോൾ നൈസർഗികമായ സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്ക് കുറച്ച് മാറ്റം വരും. അതും ഒരു ശരിയായിരിക്കാം. ഒരു പക്ഷെ ഞാൻ ഭയങ്കര വായന തുടങ്ങി, ഞാൻ സംസാരിക്കുന്നതെല്ലാം ഭയങ്കര സീരിയസ് ആയി പോയി, ഞാൻ എല്ലാത്തിനെ പറ്റിയും ഭയങ്കര വാചാലയായിട്ട് സംസാരിക്കുന്നു ഒക്കെ ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയേക്കാം. പക്ഷെ അതുകൊണ്ടല്ല കേട്ടോ ഞാൻ വായിക്കാണ്ടത്. എനിക്കിത് വായിക്കാൻ തോന്നണ്ടേ. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങിയിട്ടുള്ള കുട്ടി അൽഫോൺസോ കോളേജ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഉറങ്ങിയിട്ടുള്ള കുട്ടിയായിരുന്നിരിക്കാം ഞാൻ. കാരണം ഈ പറഞ്ഞ രാത്രി ഫുൾ പ്രോഗ്രാമിന് പോയിട്ട് രാവിലെ വന്ന് ക്ലാസ്സിൽ വന്നിരിക്കും. പക്ഷെ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ IG കോപ്പി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന് റിമി ടോമിയൽ പണ്ട് കോപ്പി അടിച്ചത്. അപ്പൊ ടീച്ചേഴ്സ് ഓർത്തു ഇത് ക്ലാസ്സിൽ വന്നില്ലെങ്കിലും പഠിച്ചോളൂല്ലോ. ഇതൊരു SSLCക്ക് മാർക്ക് ഉണ്ടായിരുന്നു, 477 മാർക്ക് ഉണ്ടായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞു. സത്യമായിട്ടും മാർക്ക് ലിസ്റ്റ് തിരുത്തിയോ? ഇല്ല, ഒരിക്കലും തിരുത്തിയില്ല. അതായത് റിമി ക്ലാസ്സിലും കോളേജിലും സ്കൂളിലും നിറഞ്ഞു നിന്നിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ എന്തെങ്കിലും പാട്ട് പരിപാടി ഉണ്ടെങ്കിൽ റിമി ഉണ്ടാവും. കാരണം പാട്ടുകാരെന്ന് പറയണത് അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, സ്കൂളിലൊക്കെ പ്രത്യേകിച്ച് പാട്ടുകാർ അവരെല്ലാ ഫംഗ്ഷനും എല്ലാ കാര്യത്തിനും അവർ വേണമല്ലോ. അവിഭാജ്യ ഘടകമാണ്. അതെ അതെ. ഒരു പ്രാർത്ഥനാ ഗാനമാണ്, ഒരുപക്ഷെ നൊവേനയൊക്കെ പാടിയിട്ടാണ്. ആരായിരുന്നു റിമിയെ പാടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒത്തിരി അച്ഛന്മാരുണ്ട്. ആഞ്ചാനിക്കൽ അച്ഛനുണ്ട്, തർപ്പലച്ഛനുണ്ട്, ദീപ സിസ്റ്റർ ഉണ്ട്, ജോർജ് സാറുണ്ട്, സലിം സാറ്. ഇതൊക്കെ എനിക്ക് കടപ്പാടിന്റെ കാര്യത്തിൽ ആദ്യം ഓർക്കേണ്ട ഇവരെയാണ്. അവർക്കറിയാം. ഞാൻ ഇപ്പം നിങ്ങൾ ചോദിക്കില്ലേ, ചിലർ ചോദിക്കും റിമി ഇങ്ങനെയാണോ, കൊച്ചിലെ തൊട്ട് ഇങ്ങനെയായിരുന്നു, അത് റിമി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചിരിക്കുമോ, ഇങ്ങനെയൊക്കെ അടിച്ചുപൊളിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ കുസൃതി ഉണ്ടോ എന്നെ ശരിക്കും അറിയുന്ന ഇവർക്കൊക്കെ അറിയാം. ഈ പറഞ്ഞ 5 പേർക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ എങ്ങനത്തെ സ്വഭാവമുള്ള ആളായിരുന്നത്. അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സുഹൃത്ത് ആശാലക്ഷ്മിയും കൂട്ടിയിട്ടൊരു സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചല്ലോ ഇങ്ങനെ ഒരു ചോദ്യം, സ്കൂളിൽ വെച്ച് എന്തെങ്കിലും വികൃതി. അന്ന് കോൺവെന്റ് സ്കൂളിലാണ്. പുറത്ത് പോയി ഒരു കടയിൽ പോയിട്ട് ഒരു മുട്ടായി മേടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായോ? ക്ലാസ് കഴിഞ്ഞ് 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ വിശേഷപ്പെട്ട വിഭവം സിപ്പപ്പാണ്. സിപ്പപ്പ് ഇപ്പൊ അന്യം നിന്ന് പോയി ആ ഒരു പലഹാരം. ഇല്ല, ഇപ്പൊ ഇല്ല അങ്ങനെ ഒരു കോല്. 1 രൂപയ്ക്ക് ഒരു സിപ്പപ്പ് കിട്ടും, അതിൽ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. അതിങ്ങനെ കടിച്ചുകൊണ്ട് വേണം വീട്ടിലോട്ട്. ഇങ്ങനെ അങ്ങനെ ഒരു പോക്കുണ്ട്, വീട് എത്തുന്നതേ നമ്മൾ അറിയില്ല. അതായിരുന്നു അന്നത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. സിപ്പപ്പ് കഴിച്ച് അത് അത്രയും ഇതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്ന് ആശാലക്ഷ്മിയും കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ആശാലക്ഷ്മി എന്റെ ആത്മമിത്രമായിരുന്നു. ആത്മമിത്രമായിട്ടൊരു ഫോട്ടോ സ്കൂൾ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് വഴിക്ക് പോകും. അപ്പൊ അവിടെ ഏതൊരു ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു. ഇത് ഫോട്ടോ സ്റ്റുഡിയോന്നോ അല്ലെങ്കിൽ എവിടുന്നോ സ്കൂൾ സിസ്റ്റേഴ്സിന്റെ അടുത്തെത്തി. അനുവാദം ചോദിക്കാണ്ട് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി സ്കൂൾ പിള്ളേർ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അത് ഞാൻ ചെയ്ത ഒരുപാട് തെറ്റുകളിൽ ഒരു തെറ്റ് മാത്രം അന്ന് വിചാരണ ചെയ്തു. അതൊക്കെ വലിയ അന്താരാഷ്ട്ര കുറ്റം. അങ്ങനെ ഭയങ്കര ഇതല്ല, ക്ലാസ്സിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ.